സൗദിയിൽ ഇന്ന് 37 ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ നടന്നു. കിഴക്കൻ പ്രവിശ്യയിലേക്കെത്തിയ സ്ഫോടക ഡ്രോണുകളെല്ലാം പ്രതിരോധിച്ചു. ആക്രമണ പശ്ചാത്തലത്തിൽ സൗദിയിലെ യാംബു കേന്ദ്രീകരിച്ച് അരാംകോയുടെ എണ്ണ കയറ്റുമതി സജീവമായിട്ടുണ്ട്. ഇറാനെതിരായ നടപടികൾ ഗൾഫ് രാജ്യങ്ങൾ യുഎസുമായി ചേർന്ന് ചർച്ച ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ. ഇതിനിടെ പെരുന്നാൾ അടുത്തിരിക്കെ നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് ഇടയ്ക്കിടെ റദ്ദാക്കുന്ന വിമാന സർവീസുകൾ വെല്ലുവിളിയാവുകയാണ്. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അഫ്താബ്, ഇറാനെതിരായ നടപടികൾ ഗൾഫ് രാജ്യങ്ങൾ യുഎസുമായി ചേർന്ന് ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ വിശദാംശങ്ങൾ കൂടെ, ഒപ്പം നാറ്റോ രാജ്യങ്ങൾ ഇല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ട്രംപ് പറയുന്നുണ്ടല്ലോ. എന്താണ് ഗൾഫ് രാജ്യങ്ങളുടെ നിലവിലത്തെ പ്ലാൻ? അനിഷ, ഈ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ പരമോന്നത നേതാവിന് പുറമെ അവിടെയുള്ള മുതിർന്ന നേതാക്കളെ അടക്കം വധിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ ഇറാനകത്തുള്ള ഭരണ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ താഴെ തട്ടിലേക്കുള്ള അവരുടെ നിശ്ചയദാർഢ്യത്തെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് US ഇന്റലിജൻസ് തന്നെ നൽകുന്ന വിവരം. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇറാൻ ഇപ്പോഴും സമാനമായ രീതിയിൽ തന്നെ അവിടെ വലിയ തോതിൽ ആക്രമണം നടക്കുമ്പോഴും അയൽ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ അവിടെയുള്ള US കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ തോതിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. സൗദിയിലേക്ക് ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ യുദ്ധത്തിന്റെ 2 ആഴ്ച പിന്നിടുമ്പോൾ തന്നെ ഏതാണ്ട് 400-ലേറെ ആക്രമണ ശ്രമങ്ങൾ സൗദിയിലേക്ക് എത്തുകയും അത് പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് യുദ്ധത്തിന് സമാനമായ രീതിയിൽ തന്നെ വലിയ ചിലവ് വരുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയൊക്കെ താഡ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ഡിഫൻസ് സിസ്റ്റങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. $32,000 മാത്രം വരുന്ന ഇറാന്റെ ഡ്രോൺ തകർക്കാൻ പലപ്പോഴും $40 ലക്ഷം വരെ സൗദി അറേബ്യ ചിലവഴിക്കാൻ ഈ താഡ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ വരുന്നുണ്ട്. അതല്ലാത്ത ബദൽ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇപ്പോൾ പ്രതിരോധം നടത്തുന്നുണ്ട്. പക്ഷേ ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ ഏതാണ്ട് 3 ആഴ്ചയോളം ഇത് തുടർന്നു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഇനിയൊരു 3 ആഴ്ച കൂടി തുടർന്നു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളുടെ കയ്യിലുള്ള ഡിഫൻസ് സംവിധാനങ്ങൾ പൂർണ്ണമായും ദുർബലമാകുമെന്നുള്ള ഒരു ചിത്രം US-ന്റെ മുന്നിലുണ്ട്. ഇക്കാര്യം US തന്നെ ഗൾഫ് രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസ് മേഖലയിലേക്ക് കപ്പൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കെ ഇതിലേക്ക് നാറ്റോയുടെ വലിയ പങ്കാളിത്തം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ട്രംപ് ഉണ്ടായിരുന്നത്. ഇതിനു പുറമെ ജപ്പാനെയും ചൈനയെയും ദക്ഷിണ കൊറിയയെയും എല്ലാം തന്നെ ഈ മേഖലയിലേക്ക് സഹായത്തിനായി ട്രംപ് അപേക്ഷിച്ചെങ്കിലും അവരെല്ലാവരെയും നേരിട്ട് യുദ്ധത്തിലേക്ക് ഇല്ല എന്നുള്ള നിലപാടിലാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്ന പ്രദേശങ്ങൾ എന്ന നിലയ്ക്ക് ഗൾഫ് രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിൽ നേരിട്ടല്ലെങ്കിലും ഇപ്പോൾ US-നെ സഹായിക്കുന്നു എന്നുള്ളതാണ് ട്രംപ് തന്നെ വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ സൗദി അറേബ്യയിൽ ഉൾപ്പെടെയുള്ള US താവളങ്ങളിൽ നിന്നും വിവിധ US വിമാനങ്ങൾ പറന്നു നീങ്ങുന്ന സാഹചര്യമുണ്ട്. ജെറുസലേമിൽ നിന്നും തെൽ അവീവിൽ നിന്നും പറന്നുയരുന്ന വിമാനങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ വ്യോമപാതകൾ ഉപയോഗിക്കുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞത്, ഗൾഫ് രാജ്യങ്ങൾ അവരുടെ നിലപാട് ഈ യുദ്ധത്തിൽ വ്യക്തമാക്കണം. പ്രത്യേകിച്ച് ട്രംപുമായി നിരവധി ഗൾഫ് രാഷ്ട്ര തലവന്മാർ നേരിട്ട് സംസാരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനം എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പക്ഷേ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറുപടി നൽകിയിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള ഡിഫൻസ് സിസ്റ്റം കൂടുതൽ ദുർബലമാകുന്ന ഘട്ടത്തിലേക്ക് പോകുക എന്നുള്ളത് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആപൽകരമായിരിക്കും. അതുകൊണ്ട് പരമാവധി വേഗത്തിൽ ഇറാനകത്തുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനും അല്ലെങ്കിൽ പ്രതിരോധം ശക്തമാക്കിക്കൊണ്ട് ഇറാനെ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമിക്കുവാനുള്ള ശേഷി കുറക്കുക എന്നൊരു നിലപാടിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ എത്തുകയാണ്. ഇതിന്റെ ഒരു ആദ്യഘട്ടമാണ് നേരത്തെ ഷിനോജ് പറഞ്ഞു വെച്ചത്. അതിന്റെ തുടർച്ച മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ട്രംപ് തന്നെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകളും അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യുദ്ധത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഇറാൻ അയച്ചിരുന്ന മിസൈലുകളുടെ എണ്ണത്തിൽ ഉണ്ടായിരുന്നൊരു വർധനവ് ഇപ്പോൾ കുറയുകയാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലേക്ക് അടക്കം ആദ്യഘട്ടത്തിൽ വന്നിരുന്ന മിസൈലുകളുടെ എണ്ണം കുറവാണ്. പക്ഷേ മറ്റു GCC രാജ്യങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ UAE-യിലേക്ക് ഉൾപ്പെടെ വരുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സൗദി അറേബ്യയിലേക്കുള്ള ഡ്രോൺ ആക്രമണങ്ങളുടെ എണ്ണം
വർദ്ധിക്കുന്നത് കാണാം. കാരണം ആദ്യഘട്ടത്തിൽ ഏറ്റവും കുറവ് ആക്രമണങ്ങൾ നേരിട്ട ഒരു പ്രദേശം കൂടിയാണ് സൗദി അറേബ്യ. പക്ഷേ പുതിയ ഇറാന്റെ നീക്കത്തിൽ സൗദി അറേബ്യയിലേക്ക് വലിയ തോതിലുള്ള ആക്രമണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗദിയിലെ ഡിഫൻസ് സിസ്റ്റങ്ങളും ഒപ്പം തന്നെ ഇവിടെയുള്ള US സംവിധാനങ്ങളും ഇറാനെതിരായി കൂടുതൽ പ്രതിരോധം തീർക്കുന്ന ഒരു ശ്രമത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഈ നീക്കങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ നിലവിൽ സൗദി അറേബ്യ പരസ്യമായി വാഗ്ദാനം ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അത് മറികടക്കാൻ സൗദി അറേബ്യക്ക് പ്രത്യേകിച്ച് മറ്റു GCC രാജ്യങ്ങളെ പോലെ എല്ലാ ബദൽ മാർഗമുണ്ട്. അവർ ചെങ്കടൽ വഴി അരാംകോയുടെ കയറ്റുമതി ഉൾപ്പെടെ ഭാഗികമായെങ്കിലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏതായിരുന്നാലും യുദ്ധം ഈ 18ാം ദിനത്തിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിലും സ്ഥിതിഗതികൾ ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല. ഇപ്പോഴും ട്രംപ് പറയുന്നത് ഇറാനകത്തുള്ള വലിയ തോതിൽ നാശനം സൃഷ്ടിക്കുവാനും വലിയ തോതിൽ അവരുടെ മിസൈൽ സിറ്റികൾ തകർക്കുവാനും മിസൈൽ സംവിധാനങ്ങൾ പ്രതിരോധിക്കുവാനും സാധിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ പോലും ഇറാനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് 31 പ്രവിശ്യകളുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 31 സ്റ്റേറ്റുകളുള്ള, സംസ്ഥാനങ്ങളുള്ള ഇറാനകത്ത് 31 പ്രവിശ്യകളും പ്രത്യേകം സൈന്യാധിപന്മാരുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും അവരുടെ മിസൈൽ ശേഷി നശിപ്പിക്കുക, ഡ്രോൺ ശേഷി നശിപ്പിക്കുക എന്നുള്ളത് ഒറ്റയടിക്ക് സാധിക്കുന്ന കാര്യമല്ല. അത് വലിയ തോതിൽ കുറക്കാനായിട്ടുണ്ടെങ്കിലും ഇന്നും തെല്ലവീവിലേക്കും സെൻട്രൽ ഇസ്രായേലിലേക്കും എല്ലാം തന്നെ ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടക്കുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ, ഇനിയുള്ള ദിനങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ ഈ നാറ്റോ കൂടി വരാത്ത പശ്ചാത്തലത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അനിഷ, അഫ്താബ്, ഒരു കാര്യം കൂടി, പെരുന്നാളൊക്കെ അടുത്ത് വരികയാണ്. കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ ഇപ്പോഴും വ്യോമപാത പൂർണ്ണമായും തുറന്നിട്ടില്ല. ഇപ്പോഴും വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നത് സ്പെഷ്യൽ സർവീസ് എന്ന പേരിലാണ്, പല വിമാന കമ്പനികളും. അങ്ങനെയെങ്കിൽ ഈ പ്രതിസന്ധി മറികടക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അനിഷ, ഈ ആക്രമണം നിലക്കാതെ പൂർണ്ണമായും വ്യോമപാതകൾ തുറന്നിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഇപ്പോൾ GCC രാജ്യങ്ങളുടെ പൊതുവിലുള്ള ഒരു ചിത്രം അതാണെങ്കിലും സൗദി അറേബ്യയിലും ഒമാനിലും പ്രത്യേകിച്ച് വ്യോമപാതകൾ ഏതാണ്ട് ഇതുവരെ പൂർണ്ണമായും അടച്ചിട്ട സ്ഥിതിവിശേഷമില്ല. അതിൽ ഇന്ത്യൻ വിമാന കമ്പനികൾ ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലെയുള്ള, ഇൻഡിഗോ പോലെയുള്ള സർവീസുകൾ മാത്രമാണ് പൂർണ്ണമായും സർവീസുകൾ റദ്ദാക്കുകയും സ്പെഷ്യൽ സർവീസുകൾ നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ സൗദി അറേബ്യയിൽ അടക്കമുള്ള വിമാന സർവീസുകൾ പൂർണ്ണ തോതിൽ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിലുമുള്ള ഒരു പ്രശ്നം, ഈ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ പല സമയത്താണ് നടക്കുന്നത്. മാത്രവുമല്ല, സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി US വിമാനങ്ങളും മറ്റുമെല്ലാം സർവീസ് നടത്തുന്ന സമയങ്ങളിലെല്ലാം തന്നെ വിമാനത്താവള സർവീസുകളെ സ്വാഭാവികമായിട്ടും അത് ബാധിക്കുകയും വിമാന സർവീസുകൾ വൈകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇന്നലെയൊക്കെ സൗദി അറേബ്യയിൽ നിന്നും UAE വഴിയെല്ലാം നാട്ടിലേക്ക് യാത്ര തിരിച്ച പ്രവാസികൾ പലരും അവിടെ കുടുങ്ങുന്ന സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ സ്ഥിതിഗതികൾ പൂർണ്ണ തോതിൽ അടങ്ങാതെ സ്വാഭാവികമായിട്ടും ഈ ഡിസ്റപ്ഷൻസ്, അല്ലെങ്കിൽ വിമാനയാത്രയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അത് തുടരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിമാനങ്ങൾ റദ്ദാകുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനം ഇപ്പോഴും പുറപ്പെടാതെ യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി നിലനിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ സർവീസുകൾ റദ്ദാകുമ്പോൾ ബദൽ സർവീസുകൾ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് പോലും ഇപ്പോഴും ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് ഒരു പൂർണ്ണ തോതിലേക്ക് വിമാന സർവീസുകൾ മാറണമെങ്കിൽ ഈ ആക്രമണങ്ങൾ പൂർണ്ണമായും അടങ്ങുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. ശരി, അഫ്താബാണ് വിവരങ്ങൾ നൽകിയത്.